രാവിലെ നല്ല മഴയും തണുപ്പും ഒക്കെ ആട്ടോ. ഉണ്ണേനെന്താ കസേരയിലിരുന്ന് ഇങ്ങനെ ഫോണിൽ തോണ്ടുകയാണ്. അമ്മ രാവിലെ കട്ടൻ ചായയൊക്കെ ഇടാനുള്ള പരിപാടിയില്ല. ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചേക്കുവാണേ. ഞാൻ ഒരാളെ കാണിച്ചു തരാം. അമ്മയുടെ അമ്മയാട്ടോ. അമ്മമ്മ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. അതുകൊണ്ടാട്ടോ വല്യമ്മച്ചി ഇവിടെ നിൽക്കുന്നത്. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ മീനും കൊണ്ട് ചേട്ടൻ വന്നേ. നമ്മൾ നല്ല പച്ച ഇലയാണ്. നമുക്കിന്നിവിടെ കായൽ മീൻ കിട്ടിയില്ല. തലേദിവസം നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് മീൻ ഭയങ്കര കുറവാണ്. ഇവിടെ കടൽ മീൻ ഉണ്ടെങ്കിലും കായൽ മീൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് എല്ലാവർക്കും. അങ്ങനെ അമ്മ മീൻ കണ്ടിക്കാണ്. വല്യമ്മച്ചി സാമ്പാറിനുള്ളതൊക്കെ പച്ചക്കറി ഇങ്ങനെ അരിയാണ്. ഏത് പച്ചക്കറി വേണമെന്ന് വല്യമ്മച്ചിക്ക് കൺഫ്യൂഷനാണ്. അങ്ങനെ കണ്ണി കണ്ട പച്ചക്കറി എല്ലാം വല്യമ്മച്ചി സാമ്പാറിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിയലും ഉണ്ട്. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കുക്കറിനകത്തോട്ട് പറക്കിയിട്ടിട്ട് ആവശ്യത്തിന് തോരൻ പരിപ്പ്, ഉപ്പ്, കായം നമ്മളിവിടെ പൊടിക്കായ ഉപയോഗിക്കത്തില്ലേ, കട്ടിക്കായമായിട്ടോ ഉപയോഗിക്കുന്നത്. അതിനാ രുചിയും മണമെന്ന് അമ്മ പറയുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളവും ഒഴിച്ച് കുക്കറിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 4 വിസിലൊക്കെ കേൾക്കണം കേട്ടോ. എന്നുവെച്ചാൽ എന്നാലേ നല്ല കണക്ക് വെന്ത് കുറുകി വരുത്തോളൂ. ഇവിടെ എല്ലാവർക്കും നല്ല കുറുകിയ സാമ്പാറാണ് ഇഷ്ടം. ഉണ്ണേൻ്റെ ഫേവററ്റ് ഡിഷാണ് സാമ്പാർ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പിന്നെ കറിവേപ്പിലയും കൂടെ ഇടണേ. എന്ന് ഞാൻ കറിവേപ്പില ഇടുന്നവരെ ഞാനങ്ങ് പറയാനങ്ങ് മറക്കും. അങ്ങനെ കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഒരു 4 വിസിൽ കേൾക്കുന്ന വരെ അടച്ച് വെക്കാം. അപ്പോഴത്തേനും അമ്മ മീൻകറി റെഡിയാക്കിയേ. നല്ല തേങ്ങയും കൊച്ചുള്ളിയും തക്കാളിയൊക്കെ വെച്ച് അരച്ച മീൻകറി ആട്ടോ. നല്ല ചതച്ച് പറ്റിച്ചെടുക്കുന്ന മീൻകറിയാണ്. അമ്മയുടെ സ്പെഷ്യൽ മീൻകറി ആട്ടോ. അതിങ്ങനെ ഒന്ന് പറ്റി കുറുകി വരുമ്പോഴത്തേനും 2 തണ്ട് കറിവേപ്പില ഒടിച്ചിട്ട് നമുക്ക് അടച്ചങ്ങ് മാറ്റി വെക്കാം. പിന്നെ ആ സ്റ്റൗവിലേക്ക് നമുക്ക് അവിയലിനുള്ളത് വെക്കാവേ. വലിയ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ അവിയലിന്. 2 കായും കുറച്ച് ചക്കക്കുരുവും തക്കാളിയും പച്ചമുളകും ഇത് മാത്രമേ ഇട്ടിട്ടുള്ളേ. ഇവിടെ എല്ലാവർക്കും അങ്ങനത്തെ അവിയലാണ് ഭയങ്കര ഇഷ്ടം. ഒരുപാട് ഇട്ടാൽ എല്ലാവർക്കും ഭയങ്കര പാടാണ് അവിയൽ കഴിക്കാൻ. ഇതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അങ്ങനെ കുക്കറിനൊരു 4 വിസിൽ കേട്ടപ്പോഴത്തേന് നമ്മളത് ഓഫാക്കി വെച്ച് എന്നിട്ടൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോഴത്തേനും വറ്റൽമുളകും വെണ്ടയ്ക്കയും തക്കാളി ഇട്ട് ഒന്ന് നല്ലപോലൊന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വെന്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന പരുവമാകുമ്പോഴത്തേനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾ, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. സാമ്പാറിന് നമ്മൾ നല്ലതുപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 സ്പൂൺ. നമ്മുടെ എരിയുടെ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ഇടാമേ. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കത് നമ്മുടെ കുക്കറിലേക്ക് തട്ടാം. എന്നിട്ട് നല്ലപോലെ ഒരു തവി വെച്ച് നല്ലതുപോലെ സാമ്പാർ ഉടച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഇരുമ്പേട്ടി കഴുകി ആ വെള്ളം നമ്മൾ ഒഴിക്കും കേട്ടോ. എന്നുവെച്ചാൽ അരപ്പൊന്നും കളയരുതല്ലോ. ഇനി നമുക്കത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. തിളപ്പിച്ച് അരപ്പെല്ലാം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിയില ഇടാം. ഇവിടെ എന്തുണ്ടാക്കിയാലും മല്ലിയില വേണം. സാമ്പാറായാലും രസമായാലും മല്ലിയില ഇവിടെ മസ്റ്റാണ്. അങ്ങനെ സാമ്പാർ റെഡിയായി. അവിയലും മീൻകറിയൊക്കെ സെറ്റായി. നമുക്കിനി മോൾക്ക് ചോറ് കൊടുക്കാം. മോൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് അമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിളമ്പാം. ചോറ്, മീൻകറി, നല്ല ചൂട് ചോറും മീൻകറിയും അവിയലും നല്ല തിളച്ച സാമ്പാറും. ഇന്ന് ഉണ്ണേനെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ ഊണ്. എന്നുവെച്ചാൽ സാമ്പാറുണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.